പ്രണയപൂർവം പ്രാണനാഥൻ. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ടൂറിസ്റ്റ് പ്ലേസ് ആയതിനാൽ തന്നെ മാൻഡ്രോ ഐലൻഡിൽ പോകുന്നവർ ഒത്തിരിയാണ്. അവിടുന്ന് തിരികെ പോകുന്നവർ കൂടുതലും കാടാമ്പുഴ വഴിയാണ് പോകുന്നത്. അങ്ങനെ ഒരിക്കൽ അവിടുന്ന് മടങ്ങും വഴി കാടാമ്പുഴയിൽ നിന്ന് അടൂർ കൊല്ലം റോഡിലേക്ക് പ്രവേശിച്ചു. രാത്രിയായിരുന്നു. വഴിയോരങ്ങളിലൊക്കെയും ഇരുട്ടിനെ തുടച്ചു മാറ്റാനെന്നവണ്ണം സ്ഥാപിച്ചിരിക്കുന്ന വഴിവിളക്കുകൾ നേരിയ പ്രകാശം എത്തുന്നുണ്ട്. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും വഴിയിലായ ഒരു പെൺകുട്ടി വഴിവിളക്കിന്റെ വെളിച്ചം അധികം എത്താത്തൊരിടത്തായി നിൽക്കുന്നുണ്ട്. മെലിഞ്ഞ് പൊക്കം കുറഞ്ഞ ശരീരപ്രകൃതി, തോളോട് ചേർത്ത് വെട്ടിയിരിക്കുന്ന മുടിയിഴകൾ, ട്രാവൽ ബാഗ് കയ്യിലുണ്ട്. ബ്ലൂ ജീൻസ് ആൻഡ് യെല്ലോ ഷർട്ടാണ് വേഷം. ദൂരെ നിന്ന് എന്നെ കണ്ടതും അവൾ കൈ കാണിച്ചു. ഈ കാലം വളരെ മോശമാണ്. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോയാൽ അവൾക്ക് ആപത്ത് സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ വണ്ടി സൈഡാക്കി നിർത്തി. ശേഷം അവളോട് എന്താണെന്നൊരു പുരികം പൊക്കി ചോദിച്ചു. എന്താ? അവളുടെ കണ്ണിൽ എനിക്ക് ഭയമോ വ്യഗ്രതയോ കാണാൻ സാധിച്ചിരുന്നില്ല. ഒരപരിചിതത്വവും തോന്നിയില്ല. പോവാം മാഷേ. അവൾ ബൈക്കിന്റെ പുറകിൽ കയറിയിരുന്നു എന്നുള്ളത് ആള് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഓ ഗോഡ്, ശരിക്കും അതുവരെ അവളിൽ ലയിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവളെ എങ്ങോട്ടാണ് ഈ രാത്രി എന്ന ചിന്തയായിരുന്നു മനസ്സ് നിറയെ. ഡിസംബറിന്റെ അവസാനമായതിനാൽ നല്ല കോടയുണ്ടായിരുന്നു. താൻ ഈ രാത്രി എങ്ങോട്ടാ, അതും ഈ സമയത്ത്? ആ ചോദ്യത്തിന് അവൾ നൽകിയ മറുപടി എന്നെ ശരിക്കും ഞെട്ടിച്ചിരുന്നു. അത് തൽക്കാലം ഈ വണ്ടി എവിടം വരെ പോകുന്നു? അവിടം വരെ. ആ സംസാരം ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നിച്ചു. അല്ല, ഈ പാതിരാത്രി മോള് വീട്ടിൽ പറയാൻ നാട് ചുറ്റും ഇറങ്ങി പുറപ്പെട്ടതാണോ? ആ ചോദ്യത്തിന് കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു മറുപടി. വീട്ടിലേക്കുള്ള വഴി പറഞ്ഞാൽ കൊണ്ടുവന്നാക്കാം എന്ന് പറഞ്ഞതിന് ആധാർ കാർഡ് വരെ എടുത്തു കാണിച്ചവൾ ഒരു കൊച്ചുകുട്ടിയിലെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ജാളിയത് നിറഞ്ഞിരുന്ന എന്റെ മുഖഭാവം അവൾ ഇരുട്ടിലും കാണാതിരിക്കാൻ ഞാൻ വല്ലാതെ പാടുവിട്ടു. തീരെ പൊക്കം കുറഞ്ഞ ആളൊന്നല്ല, ആവറേജ് പൊക്കമൊക്കെയുണ്ട്. പക്ഷെ പ്രായം തോന്നിക്കില്ല. ഒരു +2 പഠിക്കുന്ന കുട്ടിയെ പോലെ. ആദ്യമൊന്നും സംസാരിച്ചില്ലെങ്കിലും മൗനം വളരെ അരോചകമായി തോന്നി. പതിയെ അവൾ സംസാരിച്ചു തുടങ്ങി. പിന്നീട് അങ്ങോട്ടുള്ള ദൂരം അത്രയും അവൾ വാചാരയാവുകയായിരുന്നു. നാദിയ മേത്തർ. അവളുടെ ഓരോ വാക്കുകളിലും വല്ലാത്തൊരു മാന്ത്രികത നിറഞ്ഞിരുന്നു. ആരെയും പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരു തരം മാജിക്. എങ്ങോട്ടാണെന്നറിയാതെ ഒരു യാത്ര പോവാനായി ആരാണെന്ന് പോലും അറിയാത്ത എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചവൾ. പെണ്ണ് ഒരത്ഭുതമായിട്ട് ആദ്യമായിട്ട് അറിഞ്ഞത് അമ്മയിലൂടെയാണ്. പ്രസവവേദന മരണവേദനയേക്കാൾ വലുതാണെന്ന് മലയാളം അധ്യാപികയിൽ നിന്ന് കേട്ടറിഞ്ഞപ്പോൾ മിഴിക്കോണിൽ എവിടെയോ ആദ്യമായി അമ്മയെ ഓർത്തൊരു നീർത്തിളക്കം തളം കെട്ടിയോ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാതൃദിനത്തിൽ അന്ന് സ്കൂളിൽ വന്ന ചീഫ് ഗസ്റ്റിന്റെ സ്പീച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുകിയതുപോലെ അറിഞ്ഞിരുന്നില്ല ഞാൻ. അന്നു മുതൽ പെണ്ണിനോട് ഒരുതരം ബഹുമാനമാണ്. ആർത്തവ ദിനങ്ങളിൽ ഓരോ മാസവും ചുവന്നു പൂക്കുന്നവളോട് ഒരിക്കൽ പോലും അറപ്പോ മടുപ്പോ തോന്നിയിട്ടില്ല. ഞാൻ എന്ന പുരുഷൻ ഇന്ന് ഈ ദുനിയാവിൽ പിറവി കൊള്ളണമെങ്കിൽ ഇതിനൊരു സ്ത്രീ ആ അവസ്ഥയിലൂടെ കടന്നു പോകണമായിരുന്നു. അന്നു മുതൽ ബഹുമാനമാണ് സ്ത്രീ എന്ന മഹാത്ഭുതത്തോട്. അനിയത്തിയായിട്ട് പോലും ഇടയ്ക്ക് വഴക്കിടുമെങ്കിലും ജഹാനയോടും ഫിദയോടും അതേ ബഹുമാനമാണ് തോന്നിയിട്ടുള്ളത്. ആദ്യമൊക്കെ അവൾക്കൊപ്പം ഉമ്മ നിന്നിരുന്നെങ്കിൽ പിന്നീട് പലപ്പോഴും കടുകിട്ട് തിളപ്പിച്ച വെള്ളമെടുത്ത് കൊടുക്കും. വേദനയാൽ ചുരുണ്ടുകൂടുന്നവളെ മടിയിൽ തലയായിച്ച് പാട്ടുപാടി ഉറക്കിയുമൊക്കെ അവളോടൊപ്പം നിൽക്കുമായിരുന്നു. ഇന്നിതാ തനിക്ക് മുന്നിൽ സ്ത്രീ എന്ന മറ്റൊരു അത്ഭുതം. ഒരു തുണയുമില്ലാതെ ഈ രാത്രിയിൽ എങ്ങോട്ടെന്ന ലക്ഷ്യബോധമില്ലാതെ ഇറങ്ങിയിരിക്കുന്നു. 4-4.5 മണിക്കൂർ കൊണ്ട് എറണാകുളം എത്തിയിരുന്നു. രാത്രി ആയതിനാൽ തന്നെ അധികം ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയിൽ ഒരു കടയുടെ മുമ്പിൽ നിർത്തി 2 മസാല ദോശക്ക് പറഞ്ഞു ഒപ്പം ഓരോ കാപ്പിയും കുടിച്ച് ഞങ്ങൾ ആ റോഡിന്റെ ഓരം ചേർന്ന് നിന്നു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഞാൻ കാപ്പി കുടിച്ച ശേഷം അവളെ ഒന്ന് നോക്കിയപ്പോൾ ബാഗിൽ നിന്ന് ജാക്കറ്റ് എടുത്ത് ധരിക്കുന്നതും കണ്ടു. എന്റെ മിഴികൾ ഇടയ്ക്കിടെ അവളിലേക്ക് പാറി വീഴുന്നറിഞ്ഞു എന്തോ ഒരു കൗതുകം. ഭക്ഷണം കഴിച്ച് ബില്ല് പേ ചെയ്യാൻ ചെന്നപ്പോഴേക്കും അവളത് കൊടുത്തിരുന്നു. ശേഷം ബൈക്കിൽ ചാരി പിന്നെയും കാത്തുകൊണ്ട് അവൾ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അടുത്തെത്താനായതും അവളിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. പെട്രോൾ അടിക്കാൻ കാശ് വേണ്ടേ? ആ മാഷി തന്നെ കൊടുക്കണം. അത് ഞാൻ കൊടുക്കില്ല കേട്ടോ. അങ്ങോട്ടെന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ ഇങ്ങോട്ട് പറയുന്നവളെ നോക്കി അവൾക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ശേഷം അവളും കയറിയതോടെ യാത്ര വീണ്ടും തുടങ്ങിയിരുന്നു. എന്നിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചുകൊണ്ടാണ് അവൾ ഇരുന്നത്. ഉറക്കം പതിയെ എന്നെ തേടിയെത്തിയിരുന്നു. രാവിലെ ഇറങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ ക്ഷീണവും കൺപോളകളെ വലിച്ച് താഴ്ത്തിയിരുന്നു. സിറ്റിയിലേക്ക് പ്രവേശിച്ചതും പരിമിതമായ വഴികൾക്കാണ് ക്ഷീണം വകവെക്കാൻ ഞാൻ വേഗതയും കൂട്ടി. പെട്ടെന്നായിരുന്നു എന്തോന്ന് എവിടെയോ വന്ന് ബൈക്കിന്റെ മുമ്പിലേക്ക് വന്ന് വീണത്. വേഗത കൂടുതലായതിനാൽ തന്നെ സഡൻ ബ്രേക്ക് ഇട്ടതും ഒന്ന് മുന്നോട്ടാഞ്ഞു പോയിരുന്ന ബൈക്ക്. റോഡിന്റെ ഒത്ത നടുവിലായി ഒരു സ്ത്രീ വീണുകിടക്കുന്നു. ഒരു പുരുഷൻ ഓടി വന്ന് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പെട്ടെന്ന് തന്നെ ബൈക്ക് സൈഡാക്കി ഞങ്ങൾ അവിടെ അടുത്തേക്ക് ചെന്നു. കയ്യിലൊരു കുഞ്ഞിനെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ചുരിദാറാണ് അവരുടെ വേഷം. റോഡിൽ വീണുകൊണ്ട് തന്നെ കൈ നിലത്തുരുസി അവിടെ ഇവിടെയായി രക്തം പൊടിഞ്ഞിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നാണ്. ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അയാൾ തിരക്കുന്നുണ്ട്. എൻ്റെ അശ്രദ്ധ അതൊന്നുകൊണ്ട് മാത്രം.
ആ സ്ത്രീയോട് ക്ഷമ പറയുമ്പോൾ അവരുടെ മുഖത്തേക്ക് പോലും നോക്കാനാവാതെ എന്റെ തല താഴ്ന്നു പോയിരുന്നു. വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയ നിമിഷങ്ങൾ അതെന്നിലൊരു വിറയൽ പടർത്തി. അപ്പോഴേക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം അവൾ എന്റെ കയ്യിൽ നിന്ന് ചാവി വാങ്ങി. വഴി പറഞ്ഞു കൊടുത്ത് ഞാൻ പുറകിൽ കയറി. വീടെത്തി വണ്ടി ഒതുക്കിയപ്പോഴേക്കും ഉമ്മ കഥ കുറഞ്ഞിരുന്നു. ഫിദ കസിന്റെ വീട്ടിലാണ്. ഉമ്മാക്ക് ഒരു ചെറിയ പുഞ്ചിരി നൽകി അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാൻ ഇറങ്ങിയതാണെന്നേ പറഞ്ഞുള്ളൂ. അവരൊരു അമ്മയല്ലേ, പെൺമക്കൾ ഒറ്റയ്ക്ക് എന്ന ചിന്ത മതി അവളുടെ പോക്ക് മുടക്കി തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാം. എന്തുകൊണ്ടോ അവൻ മുടക്കാൻ തോന്നിയില്ല. അവൾ പാറി പറക്കട്ടെ. അത്താഴം കഴിഞ്ഞിറങ്ങാൻ നേരം ബൈക്കിന്റെ ചാവി എടുത്ത് ഞാൻ അവളോടൊപ്പം ഇറങ്ങി. ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തും റോഡിൽ വീണ് കിടക്കുന്ന ആ സ്ത്രീയുടെ മുഖം മനസ്സിലൊരു നിമിഷം തെളിഞ്ഞു വന്നു. അതിൽ നിന്ന് എന്നെ ഉണർത്തിയത് അവളാണ്. ഷോൾഡറിലൊന്നും തട്ടി കണ്ണു ചിമ്മി പുറകിൽ അവൾ കയറി. സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ അന്വേഷിച്ച് അതിൽ കയറി സീറ്റും പിടിച്ചു. പോകണമെന്ന് തീരുമാനിക്കാത്ത കൊണ്ട് തന്നെ അവനാണ് എനിക്ക് ആ സ്ഥലം ചൂസ് ചെയ്ത് തന്നത്. ഞാൻ നോക്കിയപ്പോൾ അവൻ തിരികെ നടന്നിരുന്നു. ട്രെയിൻ എടുക്കാൻ ഇനി 1 മണിക്കൂറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി അവന്റെ പുറകെ ഓടി. ഫൈസ് എന്റെ വിളി കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. ഇത്രയും ദൂരം അവന്റെ ഒപ്പം വന്നിട്ടും എനിക്കൊരു സുരക്ഷിതയില്ലായ്മയും തോന്നിയില്ല. ഇപ്പോഴും തോന്നുന്നില്ല. ഐ എം കംഫർട്ടബിൾ. ഇത്രയും അപരിചിതരായവരോട് ഇങ്ങനെ അടുക്കാൻ പറ്റുമോ? അറിയില്ല, ചിലപ്പോൾ പറ്റുമായിരിക്കും. ദിൽബർ ഫായിസ് അവനോട് അടുക്കുന്തോറും അവളുടെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അതെ, തന്റെ മനസ്സിൽ ഇപ്പോഴും ആക്സിഡന്റ് ആണല്ലേ, ധൈര്യമായിട്ട് ഡ്രൈവ് ചെയ്തോ, ഒന്നും സംഭവിക്കില്ല. ആദ്യമായിട്ടുണ്ടായതാണെങ്കിലും ആ പേടി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ശ്രദ്ധിച്ചേ ഡ്രൈവ് ചെയ്യാറുള്ളൂ. അതോത്ത് ടെൻഷനാവാതെ വേഗം വീട് പറ്റാൻ നോക്കും മാഷേ. തൊട്ടടുത്ത് അവനെ കണ്ടതും അവളൊരു പുഞ്ചിരിയോട് അതും പറഞ്ഞ് തിരികെ നടന്നു. പിന്നീട് ഞാനും എൻ്റെ തിരക്കുകളിലേക്ക് പോയിരുന്നു. അവൾ പറഞ്ഞ് ശരിവെക്കും പോലെ ഓരോ തവണയും ശ്രദ്ധിച്ചിട്ടേ ഞാൻ ഡ്രൈവ് ചെയ്തിരുന്നുള്ളൂ. പിന്നീട് പലപ്പോഴും ഞാൻ മാൻട്രോ ഐലൻഡിൽ ട്രിപ്പിന് പോയിട്ടുണ്ട്. മൈൻഡ് ഒന്ന് റീഫ്രഷ് ആവാൻ പറ്റിയ സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ പറയണം. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് മാൻട്രോ ഐലൻഡ്. ഓരോ തവണയും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. സീതയുടെ ഡിഗ്രി കഴിഞ്ഞ് അവധിക്ക് കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം നാട് കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. വന്നാൽ പിന്നെ ഇവിടെ കാണാം. നിങ്ങളുടെ കൂട്ടുകാരിയെ പ്രണയിക്കുന്ന ആങ്ങളെയാവും തൽക്കാലം യാതൊരു താല്പര്യമില്ലാത്തതിനാൽ അവരിങ്ങോട്ട് വരുന്നതിന് മുന്നേ തടിതപ്പാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ. രാവിലെ തന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴായിരുന്നു ഫിദ പരാതിപ്പെട്ടി തുറന്ന്. ഉമ്മി, ഇക്കിനോടൊന്ന് പറ ഉമ്മി, 2 വർഷമായില്ലേ ഓരൊക്കെ ഓൻ്റെ കൂടെ പഠിക്കാൻ തുടങ്ങിയിട്ട്. അവരായിരിക്കും അങ്ങനെ ആക്കാനാവില്ല ഉമ്മി. ഇനി അവൻ നോക്കിയെന്ന് വെച്ചോ, ഇവ സൽമാൻ ഖാനാണല്ലോ, മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ ഉമ്മി. ഓനോട് നിങ്ങൾ ഓനെ ഫായി എന്റെ പൊന്നുമ്മി, ഈ ട്രിപ്പ് ഞങ്ങളെല്ലാവരും പോകുന്നുണ്ടല്ലോ, അടുത്താണ് ഇവിടെ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവും, അതുപോലെ അതും പറഞ്ഞ് രണ്ടുപേരുടെയും വായടപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി ബൈക്കിൽ കയറി സൈഡ് മിററിലൂടെ ഫിദയുടെ പരിഭവം നിറഞ്ഞ മുഖം കാണാം. ഒരു ചിരിയോടെ പോയി വാസിമിന്റെ വീട്ടിൽ നിന്ന് അവനെയും പൊക്കി ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ഹിമാലയം പര്യടനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കാലുകുത്തി അന്ന് തന്നെ എല്ലാ സ്വാതന്ത്ര്യവും തീരാൻ പോകുന്നെന്ന മരണമണി അടിച്ചു തുടങ്ങി. ഉമ്മാക്ക് ആവുന്നവരിൽ ഒരു കുട്ടിയെ വല്ലാതെ അങ്ങ് ബോധിച്ചു വന്നു. 1-2-3 വർഷം കഴിഞ്ഞ് ഞാൻ നിൽക്കാൻ നിർത്താന്ന് അതും എന്നോട് തമാശയായി പറഞ്ഞാവെന്ന് വിചാരിച്ച് പെണ്ണ് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തിരക്കിയില്ല. പിന്നീട് വളരെ പെട്ടെന്ന് ഞാൻ 2 വർഷം അങ്ങ് കടന്നുപോയി. സീനയുടെ നിക്കാഹ് കഴിഞ്ഞു. അവളിപ്പോൾ തലശ്ശേരിയാണ്. വല്ലപ്പോഴും വീട്ടിലേക്കൊന്ന് വരും. 2 ദിവസം താമസിച്ച് തിരികെ പോകും. എന്നാൽ പിന്നെ ഇവിടെ ഒച്ചപ്പാടാണ്. തിരികെ പോയാൽ വല്ലാത്തൊരു നിശബ്ദതയും. ആദ്യമൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഉമ്മാക്കും പ്രായമായി വരുന്നു. എൻ്റെ പ്രായവും പെണ്ണീട്ടില്ലെന്നൊക്കെ പറയുന്ന കേൾക്കാൻ നല്ല രസമാണ്. അവസാനം ഞാൻ സമ്മതം പറഞ്ഞു. ഉമ്മയെപ്പോലെ ഒരു പെണ്ണാവണമെന്നൊരു കണ്ടീഷനും വെച്ചു. അത് കേട്ട് ഉമ്മ ഭയങ്കര ചിരിയായിരുന്നു. ആൺകുട്ടികൾക്ക് പൊതുവെ അമ്മമാരായുള്ള റോൾ മോഡൽ. അതുകൊണ്ട് തന്നെ ഉമ്മയെപ്പോലെ നാടൻ സുന്ദരിപ്പെണ്ണിന് ജീവിത പങ്കാളിയായി സ്വപ്നം കണ്ടെടുക്കുന്ന ഞാൻ വേറെന്ത് കണ്ടീഷൻ പറയാനാ. അവസാനം പെണ്ണ് കാണലും വളയിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞ് കല്യാണപ്പന്തലിലേക്ക് വന്നു. ഫിദയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. മാറ് കൊടുക്കുന്ന സമയം ആവുന്നവരെ എല്ലാവരെയും പരിചയപ്പെടലായിരുന്നു പണി. മാറ് കൊടുത്തപ്പോഴും മുഖത്തേക്ക് നോക്കാൻ തോന്നിയില്ല. ഫോട്ടോ സെഷൻ നടക്കുമ്പോഴും ക്യാമറയിലേക്ക് നോക്കിയതല്ലാതെ ആ മുഖം എനിക്ക് മുമ്പിൽ മറഞ്ഞു തന്നെയായിരുന്നു. ആകെ മടുത്തു. റിസപ്ഷൻ നാളത്തേക്കാണ് വെച്ചിരിക്കുന്നത്. റൂമിലെത്തി കുറച്ചു നേരം കിടന്നപ്പോഴേക്കും ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് റൂമിന്റെ പുറത്ത് നിൽക്കുന്ന സീതയോട് സംസാരിച്ചിരിക്കുന്ന അവൾ എന്റെ പാതി. ആ നിമിഷത്തിൽ കുറ്റബോധം നിറഞ്ഞു. ഒരിക്കലെങ്കിലും അവളോട് ഞാൻ സംസാരിക്കേണ്ടതായിരുന്നു. മറ്റൊരാൾ അവൾ സ്നേഹിച്ചെങ്കിൽ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അതുവരെ ഒരിക്കൽ പോലും തോന്നാത്ത ചിന്ത എന്നിൽ വല്ലാതെ പടർന്നു പിടിച്ചിരിക്കുന്നു. ഫിദ പോയതും അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞ അവളുടെ മുഖം കണ്ട് ഒരു നിമിഷം ഞാൻ ഞെട്ടിയെഴുന്നേറ്റു. നാദിയ? അതെ, നാദിയ. പക്ഷെ അന്ന് കൂടെ വന്ന് ഞാനല്ല, എൻ്റെ ടിൻ സിസ്റ്ററാണ് നാദിറ മേത്തർ. അവളെ എൻ്റെ പേര് പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ മുഖത്ത് അത്ഭുതമായിരുന്നെങ്കിൽ അവളുടെ മുഖത്ത് എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള നിറപുഞ്ചിരിയായിരുന്നു. ഈ പെണ്ണിന് ഇത്രക്കും ഒഞ്ചുണ്ടായിരുന്ന പടച്ചോനെ. അറിയാതെ ഞാനൊരു നിമിഷം ഓർത്തുപോയി. അവളുടെ തേൻ ചുരത്തുന്ന പോലെയുള്ള അധരങ്ങളിലെ പുഞ്ചിരി എന്നിലേക്കും പതിയെ പടർന്നിരുന്നു. അല്ല മാഷെ, വല്ലപ്പോഴും പെങ്ങളുടെ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ ഇവിടെ ഉണ്ടായാലല്ലേ അവരാരാന്നൊക്കെ അറിയാം. എന്നാലല്ലേ അതിലാരെയും കെട്ടാതിരിക്കാൻ പറ്റൂ. വാട്ട്? അവളുടെ ചോദ്യം കേട്ടതും വീണ്ടും എന്നിൽ അത്ഭുതം നിറഞ്ഞു.
അവൾ എൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് പുറകിലായിട്ടിരിക്കുന്ന ടീപ്പോയുടെ ഷെൽഫ് തുറന്നു. അതിൻ്റെ താഴ്ഭാഗത്ത് ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ വെച്ചിരിക്കുന്ന ഒരു ബുക്ക് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. ശേഷം വീണ്ടും അതിൽ നിന്നൊരു പൈജാമയും കുർത്തയും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. അവൻ അതിൻ്റെ ഓരോ താളുകളും മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു. ചില പേരുകളിൽ ചിത്രങ്ങൾ അവർ കാണാതെ മുങ്ങിയ നിമിഷങ്ങൾ വരച്ച് ചേർത്തിരിക്കുന്നു. ചില പേജുകളിൽ ഓരോന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. തനിക്ക് ചുറ്റും ഇപ്പം എന്താണ് സംഭവിക്കുന്നത് അവനൊരു നിമിഷം മനസ്സിലായില്ല. ഫ്രഷായി അവൾ വന്നപ്പോഴും അവൻ അതേ ഇരിപ്പ് തുടർന്നിരുന്നു. അവൾ അടുത്തിരുന്നു. നേരെ മുമ്പിലേക്ക് നോക്കിയൊരു ചെറുപുഞ്ചിരിയോട് അവൾ പറഞ്ഞു തുടങ്ങി. ഞാൻ ഫിദയുടെ കൂടെ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴും എനിക്കിതേ അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഉമ്മയും ഉപ്പയും ഫിദയും വീട്ടിൽ വന്നിരുന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. അവരെല്ലാം ഉറപ്പിച്ച് തിരിച്ചു വന്നു. പിന്നെയും പല പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നൊക്കെ പെങ്ങളുടെ ഫ്രണ്ടിനെ കെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മുങ്ങിയാർന്ന് എനിക്കൊരു കൗതുകമായിരുന്നു. പിന്നീട് എപ്പോഴും ആ ചിത്രങ്ങൾ മനസ്സിൽ പതിഞ്ഞുപോയി. അവൻ ആ ചിത്രങ്ങളിലേക്കും അതിനുശേഷം അവളുടെ മുഖത്തേക്കും നോക്കി. ഇത്രയും നേരം ചിന്തിച്ചൊക്കെ വെറുതെ ആയിരുന്നു എന്ന് അവന് മനസ്സിലായി. വല്ലാത്തൊരു ആശ്വാസം തോന്നി. എന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്. ആഗ്രഹങ്ങളൊക്കെ വെള്ളത്തിൽ വെച്ച് വര പോലെ ആയതോ, അതോ നാദിരല്ലാത്തോണ്ടാണോ? ഒരു കള്ളച്ചിരിയോടെ ചോദിക്കുന്ന അവൻ നെഞ്ചോട് ചേർത്തു. ആ മുഖം കൈകളിൽ കോരിയെടുത്ത് ആ നെറുകയിൽ അധരങ്ങൾ ചേർക്കുമ്പോൾ പൂർണ്ണ സംതൃപ്തനായിരുന്നു ഞാൻ. അങ്ങനെ പറയരുത് നാദിറ. ഈ ദിൽബർ ഫായിസ് മഹർ ചാർത്തിയവളല്ലാതെ മറ്റൊരുവൾ എൻ്റെ മനസ്സിൽ അവകാശിയായിട്ടില്ല. അന്നും ഇന്നും ഒരു കൊച്ചുകുഞ്ഞിങ്ങനെ തനിച്ചിറങ്ങിയതിൻ്റെ കൗതുകം മാത്രമേ എനിക്ക് നാദിയോട് തോന്നിയിട്ടുള്ളൂ. ഓരോ വാക്കുകളും ചെവിയിൽ പതിയുമ്പോഴും അവൾ എന്നെ ഗാഠമായി പുണർന്നിരുന്നു. എപ്പോഴൊക്കെ ഞാനറിയാതെ അവൾ എൻ്റെ ഹൃദയത്തിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. പിന്നീട് പലപ്പോഴും ഞങ്ങൾ മാൻഡ്രോയിൽ പോയിട്ടുണ്ട്. തിരിച്ചു പോകുന്നതിന് മുമ്പേ അവളുടെ വീട്ടിൽ പോയി എറണാകുളത്തേക്ക് പോകുന്ന എൻ്റെ ബൈക്കിൽ ഇപ്പോഴും അവൾ കൈ കാണിക്കാറുണ്ട്, ഒരു ഓർമ്മ പുതുക്കലെന്ന പോലെ.